സംസ്ഥാനത്ത് മഴ കോരിച്ചൊരിയുകയാണ്. തുലാവർഷം കാര്യമായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. അപ്പോൾ മധ്യ കേരളത്തിലൊക്കെയാണ് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നാളത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള മഴ സാഹചര്യം അതേതൊക്കെ ജില്ലകളിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ മാപ്പിൽ കാണുന്നത് പോലെ ഇടുക്കി, അതുപോലെ പാലക്കാട്, മലപ്പുറം, മധ്യ കേരളത്തിലെ ഈ 3 ജില്ലകളിലും കാര്യമായിട്ടുള്ള മഴയുണ്ടാകും. റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. തീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാഹചര്യമുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നാളെ കാര്യമായിട്ടുള്ള മഴയുണ്ടാകും. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. ആ ജില്ലകൾ നമുക്ക് നോക്കാം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്, ഈ ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. വെറുതെ പെയ്യുന്ന മഴയല്ല, ഇടിമിന്നൽ അകമ്പടിയോടുകൂടിയുള്ള ശക്തമായിട്ടുള്ള മഴയാണ്. അതുപോലെ കനത്ത കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാര്യമായിട്ട് ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതോടുകൂടിയാണ് ഈ മഴ കനക്കുന്നത്. മാത്രമല്ല തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്, ജാഗ്രത അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം കാര്യമായിട്ടുള്ള മഴയും മഴക്കെടുതികളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ മുന്നറിയിപ്പുകൾ നൽകുന്ന സൂചന. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ജാഗ്രത അതുപോലെ തന്നെ പാലിക്കുക, മുന്നോട്ട് പോകുക.